ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവശക്തനായ ജഗന്നിയന്താവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്നത് ISS ഫാമിലിയാണ്. ഹോമും ഹൗസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് കേവലമായൊരു ബിൽഡിങ്ങാണ്. ഹോം എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹം കൂടി ഉണ്ടാവും, കാരുണ്യം ഉണ്ടാകും, കരുതലുണ്ടാകും, പരസ്പരം പുറത്തു കൊടുക്കുന്ന കുറേ സുമനസ്സുകളുണ്ടാകും. പുറമെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻ കാരാഗ്രഹം. ബന്ധുക്കൾ ശത്രുക്കൾ, മനോഹരമാണ് അതിലെ വരികൾ. ഇതുപോലെ നമ്മുടെയൊക്കെ വീടുകൾ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്, തണലാണ് കുടുംബം. അർത്ഥശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവ് അശക്തനാകുമ്പോൾ പ്രജകൾ രാജാവിനെ വിട്ടകലുന്നു. തൻ്റെ പതിവുകാരൻ ദരിദ്രനാകുമ്പോൾ വേശ്യസ്ത്രീ അയാൾ വിട്ടകലുന്നു. പൂക്കാനും കായ്ക്കാനും കഴിയാത്ത മരങ്ങളെ വിട്ട് പക്ഷികൾ പറന്നകലുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് അപാര സാധ്യതയുള്ള ഒരു ജന്തുവാണ്. പക്ഷേ അവൻ്റെ സാധ്യതകളെ മുഴുവൻ അവൻ മാറ്റിവെക്കുകയും അവനവനിലേക്ക് ചുരുങ്ങുകയും തൻ്റെ സുഖവും തൻ്റെ രസവും തൻ്റെ അനുഭൂതിയും മാത്രം ലക്ഷ്യമാക്കി സ്വാർത്ഥതയുടെ ഒരു ലോകം പണിയുകയും ചെയ്യുന്ന അപകടകരമായൊരു സാഹചര്യം ഇന്നുണ്ട്. നമുക്കിനി ഒരിക്കലും ഒരു ഷേക്സ്പിയർ ലഭിക്കില്ല, നമുക്കിനി ഒരിക്കലും ഒരു ലിയോ ടോൾസ്റ്റോയിയെ ലഭിക്കില്ല, ഇനിയൊരു മാക്ബത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്, ഇനി ഒരു MTയെ, ഒരു നാലുകെട്ടും രണ്ടാം മൂഴവും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം സാഹിത്യം, സംസ്കാരം, കല, അതിനോടൊക്കെ ഒരു തരം ഭ്രാന്തമായ സമീപനമാണ് പുതിയ കാലത്തുള്ളത്. കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒരു ഗാനത്തിലെ 2 വരികൾ. ബനാനെ ഒരു പൂ തരുമോന്നാണ്. ബനാന എങ്ങനെയാണ് പൂ തരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇത് കലയാണ്, ഇത് ആസ്വാദനമാണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ഒരു ഫിലിം, അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ വായിച്ചു. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത കുറേ ബഹളങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഈ ഫിലിമുകൾ അങ്ങനെയാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് കുട്ടികൾ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. മ്യൂസിക് വി ഹിയർ, പെർഫോമൻസ് വി വാച്ച്, സബ് കോൺഷ്യസ്ലി ഇൻഫ്ലുവൻസസ്. ഇതൊക്കെ മക്കളെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആവേശം മക്കളെ കാണിപ്പിക്കരുത്, മഞ്ഞുമ്മൽ ബോയ്സ് മക്കളെ കാണിപ്പിക്കരുത്, പ്രേംലു ഒരിക്കലും കുട്ടികൾ കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നത്. കാരണം അതൊക്കെ കുട്ടികളുടെ നിരന്തരമായി മദ്യം കഴിക്കുകയും ലഹരി സുലഭമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഫിലിമുകളാണ് അത് എന്നതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പം ഇങ്ങനെ കാരുണ്യവും സ്നേഹവും ആർദ്രതയും വറ്റിയൊരു കാലത്ത് എൻ്റെ മുന്നിലിരിക്കുന്ന ടീച്ചേഴ്സ് ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഗംഭീര പണിയാണ്. നിങ്ങൾ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനെ, അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ടു ഈ കുടുംബത്തിൽ ആയിത്തീർന്നതിനെ നിങ്ങൾ യാദൃച്ഛികമായി എത്തപ്പെട്ടവരാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ബോധപൂർവം ഇതിനെ ചൂസ് ചെയ്തതായിരിക്കും. അതിനെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് വലിയ ഭാഗ്യമുള്ള ഒരാളാണ്. ഈശ്വരൻ ഒരു ടീച്ചറാണെന്നാണ്. നമുക്കൊക്കെ മാർഗദർശനം നൽകുന്ന മഹാനായ ഗുരുവാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനെ വെളിച്ചം എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. അല്ലാഹു നൂറു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ലൈറ്റാണ് ഈശ്വരൻ. ആ അധ്യായത്തിൻ്റെ പേര് തന്നെ പ്രകാശം എന്നാണ്. ഈ വേദഗ്രന്ഥങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അവനിവനെന്നറിയുന്നതൊക്കെ യോർത്താൽ ആദിയിലൊരു ആത്മബിന്ദു എന്നാണ്. പക്ഷെ മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ്. പ്രകാശേട്ടൻ്റെ മലയാളമാണ് നൂറുക്ക എന്ന് പറയുന്നത്.
ദാസേട്ടനെ അറബിയിൽ അബ്ദുക്ക എന്ന് വിളിക്കും. ചന്ദ്രേച്ചി കമറുക്ക എന്ന് പറയുന്നതാണ് ഈ ചന്ദ്രേട്ടൻ എന്ന് പറയുന്നത്. ശാന്തേച്ചിയുടെ അറബിയാണ് സക്കീനത്ത എന്ന് പറയുന്നത്. ഈ സരള ചേച്ചിയെയാണ് സഹലത്ത എന്ന് വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് പരസ്പരമുള്ള അകൽച്ച ഉണ്ടാകുന്നത്. മുസ്ലിങ്ങൾ മാത്രം ഉള്ള നാടുകളാണ് അറബ് രാജ്യങ്ങൾ. അവിടെ ധാരാളം മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ലബനാനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ട കാര്യം, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, പക്ഷേ അവിടുത്തെ പ്രസിഡന്റ് ക്രിസ്ത്യാനാകണമെന്നാണ് അവിടെ ഭരണഘടന എഴുതി വച്ചിട്ടുള്ളത്. സദ്ദാം ഹുസൈൻ്റെ ഇറാഖ്, അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഒരു താരിഖ് അസീസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ഈ ഒരു കൈമാറ്റം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാഷാപരമായ കൈമാറ്റമായാലും സാംസ്കാരികമായ കൈമാറ്റമായാലും. ഇപ്പം ഞാൻ ഈയിടെ ഒരു പാട്ട് കേട്ടത് ഭയങ്കര കൗതുകമുള്ളൊരു പാട്ടാണത്. മണ്ണെ നമ്പി മരം ഇരിപ്പു, മരത്തെ നമ്പി കൊമ്പിരിപ്പു, കൊമ്പെ നമ്പി ഇലയിരിപ്പു, ഇലയെ നമ്പി പൂവിരിപ്പു. ഒന്ന് അത് തമിഴും മലയാളവും ചേർന്നതാണ്. ഈ തമിഴന്മാർക്ക് അങ്ങനെ ഒരു പിടിവാശിയുണ്ട്, ഞങ്ങൾ തമിഴ് മാത്രമേ പറയൂ. മലയാളികൾക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഈ ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഒരു വലിയ മെസ്സേജാണ് നൽകുന്നത്. ഈ മണ്ണില്ലെങ്കിൽ മരമില്ല എന്നാണ്. ഈ ശിഖിരങ്ങൾ ഈ മരമുള്ളത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആ ശിഖിരങ്ങളാണ് ഇലയും പൂവിനെയൊക്കെ താങ്ങി നിർത്തുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു പാരസ്പര്യം, ഈ ഒരു സാംസ്കാരികമായ വിനിമയം, അതാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇതിനാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സങ്കല്പം പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഹോം എന്ന് പറയുന്നത്. ഹോം ഈസ് ദി ഫസ്റ്റ് സ്കൂൾ, സ്കൂൾ ഈസ് ദി സെക്കൻഡ് ഹോം. ശരിക്കും വീട് ഒരു പാഠശാലയാകണം. സ്കൂൾ മനുഷ്യ വളർത്തുകേന്ദ്രങ്ങളാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിനെ കാണുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളർത്താൻ വളരണം എന്നാണ്. സ്വയം വളരാത്ത ഒരാൾക്ക് കുട്ടികളെ വളർത്താൻ കഴിയില്ല. ഓരോ ടീച്ചറും ഓരോ ലീഡറാണ്. യു ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ ചൈൽഡ്. നിങ്ങളുടെ ഒരു വാക്ക് ഒരു കുട്ടിക്ക് വലിയ പ്രചോദനം ഉണ്ടാക്കും. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, എൻ്റെ കണ്ണിൽ നോക്കി അധ്യാപകൻ പറഞ്ഞു, കലാമേ നിൻ്റെ കണ്ണിൽ വലിയൊരു തിളക്കം ഞാൻ കാണുന്നു, നീ എവിടെയൊക്കെയോ എത്തിച്ചേരാനുള്ള ആ വാക്കാണ് എൻ്റെ പ്രചോദനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കുട്ടിയെ നോക്കി പരിഹസിച്ചാൽ അതോടുകൂടി ആ കുട്ടി ഇല്ലാതാവും. ഞാൻ കൗതുകകരമായ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞ ദിവസം. എൻ്റെ കയ്യിൽ കുറേ കാലമായി ഉള്ള ഒരു പുസ്തകമാണ് ഹിറ്റ്ലറുടെ മെയിൻ കാഫ്. ഞാൻ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ അത് വായിച്ചു നോക്കിയപ്പോൾ ഹിറ്റ്ലർ പറയുന്ന വളരെ ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് 5-8 മെമ്പേഴ്സുള്ള ഒരു വീട്, പരസ്പരം ശകാരവും പരസ്പരം വഴക്കും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളും നടക്കുന്ന അന്തരീക്ഷം. അതിലൊരു കുട്ടി വളരുന്നു. ഒരുപക്ഷെ ഹിറ്റ്ലർ അയാളുടെ അനുഭവമാകാം. അതിലൊരു കുട്ടി വളരുന്നു. ഈ കുട്ടി എന്താണ് ആ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്? കാരുണ്യവും വിട്ടുവീഴ്ചയും ആർദ്രതയുമാണോ? നിരന്തരമായി അടിക്കുന്ന പാരൻസ്, പരസ്പരം ഏറ്റുമുട്ടുന്ന പാരൻസ്. ഈ കുട്ടി എന്ത് വിദ്യാഭ്യാസമാണ് ആ വീട്ടിൽ നിന്ന് നേടുന്നത്? അത് കഴിഞ്ഞ് ഈ വിശ്വപൗരൻ സ്കൂളിലേക്ക് പോകുന്നു. കലാലയത്തിൽ ഇൻജസ്റ്റിസ്, കുട്ടി അതിന് വിധേയമാകുന്നു. ബുള്ളിയിങ് അതിന് വിധേയമാകുന്നു. ബോഡി ഷെയ്മിങ് അതിന് വിധേയമാകുന്നു. പല വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷന് കുട്ടി വിധേയമാകുന്നു. 10-14 വയസ്സ് വരെ അവൻ അവിടെ പഠിച്ച് അവൻ പുറത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് 14 വയസ്സിലൊന്നും പഠനം നിൽക്കുന്നില്ല. നല്ലൊരു കുട്ടിച്ചട്ടമ്പിയായിട്ടായിരിക്കും അവൻ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിനേക്കാളൊക്കെ പുറമെ അവൻ കാണുന്ന സിനിമകളും നാടകങ്ങളും മഞ്ഞപ്പത്രങ്ങളും എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതിൽ നിന്ന് വരുന്ന അശ്ലീലതകൾ വേറെ. ഈ കുട്ടി ഒരു മലാഖയാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കുട്ടി ഒരു ബോധമുള്ള പൗരനാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്.
എനിക്ക് ഈ എഴുത്തുകളിൽ വലിയ താല്പര്യമൊന്നുമില്ല. അയാൾ അങ്ങനെ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. മെയിൻ കാഫ് ഞാൻ എഴുതുന്നത് ജൂതന്മാർക്ക് ഉള്ള ഒരു മറുപടിയായിട്ടാണ്, എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ പ്രഭാഷണങ്ങളാണ് ലോകത്തെ നയിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. വലിയ വലിയ പ്രസ്ഥാനങ്ങൾ വലിയ വലിയ പ്രഭാഷകരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പുസ്തകം വായിക്കുന്നവരെ വായന തൊഴിലാളികൾ എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അവരുടെ ജീവിതവുമായി വായന ഒരു ബന്ധവുമില്ല എന്നതാണ് അയാളുടെ വാദം. ഏതായാലും ആ പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മനുഷ്യ വളർത്തു കേന്ദ്രം എന്ന നിലയ്ക്ക് സ്കൂളും അതുപോലെ വിദ്യാലയങ്ങളും വീടുകളും ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യം ഉള്ളതാണ്. ഈയിടെ ഞാൻ ശ്രദ്ധിച്ച 2 പ്രയോഗങ്ങൾ, ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന തലച്ചോറ് ചെയ്യുക എന്ന് മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയാം. നിലവാരമില്ലാത്തത് നിരന്തരമായി കാണുക, അമിതമായി കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചക്കാരായി പ്രേക്ഷക ലക്ഷ്യങ്ങളായി നമ്മൾ മാറി. അങ്ങനെ റീൽസും ഷോർട്സും കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പൂന്താനം പാടുന്നത് ശരിയാണ്. ഈശ്വരനുമായി ഒരു ബന്ധമില്ല. മരിച്ചു പോകണമെന്ന ചിന്ത. ആർദ്രമീതനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലോ സഖി, ഞാനീ ജനലഴി പിടിച്ചിട്ടു നിൽക്കട്ടെ, നീ എന്നരികിൽ തന്നെ നിൽപ്പൂ. കാലമിനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. അത്രയേ ഉള്ളൂ. ഈ മുറ്റത്തെ തൈമാവിൽ ആദ്യത്തെ മാങ്ങ പഴുത്ത ഒരു പാട്ടുണ്ട് അല്ലേ? ആ വരികൾ, ആ മനോഹരമായ വരികൾ, അത് അമ്മ പൂ പറിച്ച കുട്ടിയെ അടിക്കുകയാണ്. കുട്ടിക്ക് കൊതിയായിട്ടാണ് പറിക്കുന്നത്. ആ കണ്ണിമാങ്ങ അതൊന്ന് വലുതായിട്ട് നിനക്ക് പൊട്ടിക്കാമായിരുന്നില്ലേ? പക്ഷേ പിന്നീട് മാങ്ങ പഴുത്തപ്പോൾ കുട്ടിയില്ല, കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ചുടുകണ്ണീർ ഒലിപ്പിച്ച ഒരു അമ്മയുടെ രോദനമാണ് ആ വരികൾ. അപ്പം നമുക്കറിയില്ല നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ എത്ര കാലം ഉണ്ടാവുന്നു. വളരെ ചെറിയൊരു ഷോർട്ട് പീരീഡിലാണ് നമ്മളുള്ളത്. പരസ്പരം വഴക്കും പരസ്പരം അകൽച്ചയും കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനു നാമൃത്. പിന്നീടാണ് നമ്മൾ വിചാരിക്കുക വേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊന്നും, കുറച്ചുകൂടി നന്നാകാമായിരുന്നു എന്ന് മനുഷ്യൻ അവസാനം വിചാരിക്കും. കുറച്ചുകൂടി ഇത്തരം ലൈഫ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയും ജീവിച്ചില്ല, സമൂഹത്തിന് വേണ്ടിയും ജീവിച്ചില്ല. എൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഹു വിൽ ക്രൈ വെൻ യു ഡൈ, റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ആരെങ്കിലും കരയാനുണ്ടാവും ഈ ഭൂമിയിൽ നിന്നാണ്. കാരണം എല്ലാവർക്കും വെറുപ്പാണ് കൊടുക്കുന്നത്, വേദനകളാണ് കൊടുക്കുന്നത്. എൻ്റെ വാക്കിനെ മനുഷ്യർക്ക് വല്ലാത്ത പ്രചോദനം നൽകാനുള്ള കഴിവുണ്ട്. എൻ്റെ തലോടലിന് ഒരാൾക്ക് വല്ലാത്ത സാന്ത്വനം നൽകാനുള്ള കഴിവുണ്ട്. എൻ്റെ സാന്നിധ്യം പലർക്കും വലിയ ഊർജമാണ്. അതൊന്നും എനിക്ക് സമയമുണ്ടായില്ല. അങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ച് എല്ലാവരെയും വേദനിപ്പിച്ച് അങ്ങനെ ഒരു നികൃഷ്ടജന്മമായി അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് പറയാനായിരുന്നു പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാരൊക്കെ ടീച്ചേഴ്സായിരുന്നു. അവരെല്ലാവരും യേശു മുക്കുവന്മാരോട് പറയുന്നുണ്ട്, വരൂ ഞാൻ നിങ്ങൾക്ക് മനുഷ്യരെ പിടിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഇതുവരെ മത്സ്യങ്ങളെ പിടിച്ചു ജീവിച്ചിരുന്നു, ഇനി മനുഷ്യരെ പിടിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ദി ഗ്രേറ്റസ്റ്റ് ടാസ്ക് ഇൻ ദി മോഡേൺ സൊസൈറ്റി ഇസ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ് എന്ന് ബെർണാഡ് ഷോ പറയുന്നുണ്ട്. ഒരു കുഞ്ഞെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഡോക്ടർ ഡാനിയൽ ഗോൾഡ്മാൻ പറയുന്നുണ്ട്, കുട്ടിക്ക് ഐക്യുവിനേക്കാൾ പ്രധാനമാണ് EQ. 80% ആളുകൾ ജയിച്ചിട്ടുള്ളത്, രക്ഷപ്പെട്ടിട്ടുള്ളത് EQ മൂലമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഹൈ IQ ഉള്ള ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ EQ ഉള്ള ടീച്ചേഴ്സായിരിക്കും ഉണ്ടാവുക. ഹൈ IQ ഉള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ അത് ആ IQ ഹൈ ആയിട്ടുള്ളവർ
സ്കൂളിന് പുറത്തായിരിക്കും, അവർ വേറെ എന്തെങ്കിലും പണി ചെയ്യും. ഇതിന് വേണ്ടത് ഇമോഷണൽ കോഷ്യൻ്റാണ്. ഈ കുട്ടികളെ, മാനേജ്മെൻറ്റിനെ, ഈ സ്ഥാപനത്തെ ഒക്കെ കൊണ്ടു നടക്കണമെങ്കിൽ IQ-വിനേക്കാൾ പ്രധാനമാണ് EQ എന്ന് പറയുന്നത്. സ്പിരിച്വൽ കോഷ്യൻ്റ് വളരെ പ്രധാനമാണ്. ഇത് മക്കൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ലിബറലിസം എന്ന് പറയുന്നത്, കുട്ടികൾ മൈ ബോഡി മൈ ചോയ്സ്, ഞാൻ ആരെ വിവാഹം കഴിക്കണം, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ തീരുമാനിക്കുന്നതാണ്. പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന പൗലോ ഫ്രയറുടെ ഒരു പുസ്തകമുണ്ട്. അത് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാട് മാത്രമാണ്. പക്ഷെ അതിനെ അദ്ദേഹത്തെ ഒരു മഹാനായി ചിത്രീകരിക്കുകയും അത് പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അബദ്ധമാണ്. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിമർശനാത്മകമായി പഠിക്കണം എന്നതിനർത്ഥം ടീച്ചറെയും വിമർശിക്കണം, മതത്തെയും വിമർശിക്കണം, പേരൻസിനെയും വിമർശിക്കണം. നമ്മളൊക്കെ നമ്മളുടെ പിതാവ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അമ്മ പറഞ്ഞു ഇതാണ് നിൻ്റെ അച്ഛൻ. നമ്മളാരും ടെസ്റ്റ് നടത്തിയിട്ടല്ല, DNA പരിശോധിച്ചിട്ടല്ല അച്ഛന്ന് ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫാമിലി എന്ന് പറയുന്നത് ആര് സംഭാവന ചെയ്തതാണ്? ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത മഹാൻ. നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ. അങ്ങനെയില്ല. അത് ഡിവൈൻലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഈശ്വരൻ തന്നതാണ്. മനുഷ്യൻ ഉണ്ടാക്കിയതിനൊക്കെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഹെയർ സ്റ്റൈല് മാറുന്നത്. മനുഷ്യൻ പണ്ട് കണ്ടെത്തിയ ബെൽ ബോട്ടൺ ആ പാൻസ് ഇട്ടിട്ട് ആരെങ്കിലും റോഡിലൂടെ പോയ ഭ്രാന്തൻ നടക്കണമെന്ന് പറയും. അന്ന് വലിയ സംഭവമായിരുന്നു. അന്നുണ്ടാക്കിയ കാറ്, ഇന്ന് നമ്മൾ ബെൻസ് എന്നൊക്കെ പറയുന്നില്ലേ, ഇതുപോലെയായിരുന്നു മാരുതി 800. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനുണ്ടാക്കിയതിനല്ല മാർക്കറ്റിൽ വില. നാടൻ പഴം വില കൂടുതല, കാരണം അത് ഈശ്വരൻ്റേതാണ്. മനുഷ്യനുണ്ടാക്കിയതിന് വില കുറവാണ്. വെജിറ്റബിൾസ് എല്ലാം അങ്ങനെയാണ്. മനുഷ്യാരംഭം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അഭിവാദ്യമാണ് അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഗുഡ് അല്ലേ, പീസ് ബി അപ്പോൺ യു എന്നർത്ഥം. എത്രയോ സഹസ്രാബ്ദങ്ങൾക്കു ശേഷവും നിങ്ങൾ ഒരു മരണ വീട്ടിൽ പോയി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അടിയങ്ങോട്ട് കിട്ടും. കാരണം അവിടെ ഉറക്കെ പറയാൻ പറ്റുന്ന വാക്കല്ല അത്. കാരണം അവിടെ ബാഡ് മോർണിംഗിലാണ് അവരൊക്കെ ഉള്ളത്. നേരെ മറിച്ച് ഓം ശാന്തി എന്ന് പറയാം, ഷലോം എന്ന് പറയാം, അസ്സലാമു അലൈക്കും. ഇതൊക്കെ ഒരേ വാക്കിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഒരേ അർത്ഥമുള്ള വ്യത്യസ്തങ്ങളായ വാക്കുകളാണത്. സമാധാനം ഉണ്ടാകട്ടെ. ശാസ്ത്രം, ഇൻഫർമേഷൻ ടെക്നോളജി ഇത്ര വളർന്നു. ഇന്നും ഡോക്ടേഴ്സ് പറയുന്നത് അന്ന് ആദം നബിയുടെ കാലത്തുള്ള ബേബി ഫുഡ് തന്നെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതെന്നാണ്. ഞങ്ങളിത് ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും നല്ല ബേബി ഫുഡ്, ഈശ്വരൻ്റേതൊക്കെ മാറ്റിവെക്കുക, അതൊന്നും ഒന്നുമല്ല, കാലം മാറി. അല്ലല്ലോ, നമ്മൾ ഇന്നും ആ അമ്മിഞ്ഞപ്പാലാണ് കൊടുക്കുന്നത് കുട്ടിക്ക്. അതിലെല്ലാം ആരാണതൊക്കെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത്? ഇതിനാണ് മനുഷ്യന് ദർ ഇസ് സം ഫോഴ്സ് ബട്ട് ഐ കാൻ എക്സ്പ്ലെയിൻ. ദിസ് ഫോഴ്സ് അഡ്ജസ്റ്റ് ഐസ് ടു സീ, ഇയേഴ്സ് ടു ഹിയർ ആൻഡ് ലെഗ്സ് ടു വാക്ക് എന്ന് ബെർണാഡ് ഷാ പറയുന്നുണ്ട്. ഐൻസ്റ്റീൻ അത് പറയുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ആൻസേഴ്സ് ടു ദി ബിഗ് ക്വസ്റ്റ്യനിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സങ്കല്പം, അതിൽ നിന്നാണ് വാല്യൂസ് ഉണ്ടാകുന്നത്. ഒരു കുട്ടി പറയാണ്, എനിക്കൊരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, ദുഃഖകരമായ അനുഭവമാണ്, 3ഓളം കേസുകൾ വന്നിട്ടുണ്ട്. +1 പഠിക്കുന്ന ഒരു ബോയ് പറയാണ്, ഞാൻ അമ്മേ ഇന്ന് മുതൽ പെണ്ണാണെന്ന്, എനിക്ക് പാദസരം വേണം. എന്താ കാരണം? ഞാനിങ്ങനെ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ എനിക്ക് പെണ്ണിൻ്റെ കുറേ, എനിക്ക് പിങ്കിനോടാണ്, പിങ്ക് കളറിനാണ് എനിക്കിഷ്ടം, ഇതൊക്കെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്, അതുകൊണ്ട് എനിക്കങ്ങനെ വേണം. മൈ ബോഡി മൈ ചോയ്സ്, ഞാൻ തീരുമാനിക്കും ഞാൻ ആണാണോ പെണ്ണാണോ. ഒരു പെൺകുട്ടി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി ആണായി, അവൾ ആത്മഹത്യ ചെയ്ത അവസാനം ഗതിമുട്ടിയിട്ട്. കാരണം ഈശ്വരൻ തന്ന പ്രകൃതിയെ മാറ്റി ഏറ്റവും ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അവൾ മറ്റൊന്നാകാൻ ശ്രമിച്ചു. ഞാനൊരു സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിച്ചാൽ എത്ര വലിയ ബോറിങ് ആയിരിക്കും അത്. എൻ്റെ ശബ്ദം സുന്ദരമാകുന്നത് ഞാൻ പുരുഷൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോഴാണ്. ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ അവൾ പുരുഷനെ പോലെ സംസാരിക്കരുത്, പുരുഷനെ പോലെ നടക്കരുത്, പുരുഷൻ്റെ വസ്ത്രം ധരിക്കരുത്. ഞാൻ സാരി എടുത്തിവിടെ നിന്നാൽ എന്ത് ചന്തണ്ടാവും എന്നെ കാണാൻ. ഈ പുരുഷന്മാരൊക്കെ പാവാടയും ബ്ലൗസും ഇട്ട് നടക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷൻ്റെ വേഷം ധരിക്കുന്നതും. അവളുടെ ലോങ് ഹെയറാണ് അവളുടെ സൗന്ദര്യം. പെണ്ണൊരിക്കലും പുരുഷനാകരുത്, പുരുഷനൊരിക്കലും പെണ്ണാകരുത്. മെൻ ആർ ഫ്രം മാസ്, വുമൻ ആർ ഫ്രം വീനസ് എന്നത് ജോൺ ഗ്രേയുടെ പുസ്തകമാണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ആണല്ല, അത് വീനസിൽ നിന്നും അത് മാർസിൽ നിന്നും പോലും വളരെ ഡിഫറെൻ്റ് ആണ് രണ്ടുപേരും.
ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് കുഴപ്പം? രാത്രി 1 മണിക്ക് അവർക്ക് ചായ കുടിക്കാൻ പോകണം, അതിനെന്താ കുഴപ്പമെന്നാണ്. എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് രാത്രി ഒരു ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഡേറ്റിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രയോഗങ്ങളാണ്. എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഫാമിലി എന്നത് തകരും. ഈ ഫാമിലി അതിനുള്ളിലാണ് എല്ലാം. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്, ഞാൻ നാട് വിട്ടുപോയി, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. രാത്രി പാത്തുമ്പതിയെ വരുന്നത് പിതാവിന് ഭയങ്കര പേടിയാണ്. പണ്ടത്തെ കുട്ടികൾക്ക്, നമുക്കൊക്കെ അങ്ങനെയായിരുന്നല്ലോ, പേരൻസ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണല്ലോ. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പേടിയില്ലല്ലോ. ഈ ആൽഫ ജനറേഷൻ അല്ലേ, ഭയങ്കര ഒരു പ്രത്യേകതയാണത്. മില്ലേനിയൻസ് എന്നാണ് 80-ഉം 90-ഉം കാലഘട്ടങ്ങളിലുള്ളവരെ പറയുക. അതിനുശേഷം 2010 വരെ ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ Z ആണ്. ഈ ആഫ്റ്റർ 2010 വരുന്നത് ആൽഫ ജനറേഷനാണ്. ഡിജിറ്റൽ നേറ്റീവ്സ് ആണ് അവർ. അവർക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഫാദർ മദർ അങ്ങനെയൊന്നുമില്ല. അവരെല്ലാം ഭൗതികമായിട്ടാണ് കാണുന്നത്. കാരുണ്യം പറ്റിയ ഒരു കാലം. ഒരു ഡോക്ടർ ഒരു പരസ്യം കൊടുക്കണം പത്രത്തിൽ, എൻ്റെ പട്ടിയെ കാണാനില്ല, കണ്ട് കിട്ടുന്നവർക്ക് പാരിതോഷികം കണ്ടെന്നു. അപ്പോൾ ഒരു അനാഥാലയത്തിൽ നിന്ന് വിളി വന്നു, താങ്കളുടെ അമ്മയും പട്ടിയും ഇവിടെ സുരക്ഷിതമാണെന്ന്. അപ്പോൾ ഡോക്ടർ പറയണം, അമ്മയുടെ കാര്യമില്ല, പട്ടി ഓക്കെയാണോ? ഇത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഇത് നിസ്സാരമായൊരു സംഭവമല്ല. ഇത് +1 പഠിക്കുന്ന പയ്യൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഇവളെ തന്നെ കല്യാണം കഴിക്കണം, എൻ്റെ കൂടെയുള്ള. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് ബോയ് എന്നൊരു കാഴ്ചപ്പാടായിരിക്കും ഒരു ഗേളിനുണ്ടാവുക. അത് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ തൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് സംസ്കാരമുള്ളവനാകണം എന്ന് ചിന്തിക്കണമെങ്കിൽ ആ മെൻ്റൽ ഏജ് വളരണം. പിന്നെയും കുറച്ച് വരുമ്പോഴാണ് കുട്ടി കുറച്ചുകൂടി ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത്. നമ്മൾ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്നു, എന്നാൽ സെലക്ഷൻ്റെ വിഷയത്തിൽ നമ്മൾ ലിബറലിസത്തെ ഫോളോ ചെയ്യുന്നു. ചില പെൺകുട്ടികൾ പറയാണ്, എനിക്ക് പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി, അതാകുമ്പോൾ കുട്ടികളും ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അങ്ങനെയും നടക്കുന്നുണ്ട്. അച്ഛൻ പ്രസവിച്ചു എന്നത് കേരളത്തിലെ എല്ലാ പത്രങ്ങളും വ്യാപകമായി ആഘോഷിച്ച ഒരു കാര്യമാണ്. അച്ഛൻ പ്രസവിക്കോ, അവൾ പെണ്ണായിരുന്നു, പക്ഷെ നമ്മൾ അച്ഛൻ എന്ന് പറയാണ്. അച്ഛന് ഗർഭം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ പുരുഷവേഷം കെട്ടിച്ച് കല്യാണം കഴിച്ചുള്ള ഒരു പുരുഷനാണ്. അതാണ് വലിയ തമാശ. ഇങ്ങനെയുള്ള സാംസ്കാരികമായ മൂല്യച്യുതി എന്ന് പറയുന്നത്, ഡീപേഴ്സണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിലാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ വന്നു, പാന് ഭയങ്കര പേടിയാണ്. അങ്ങനെ പാത്തും പതുങ്ങിയും പാതിരാക്കാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഉമ്മ പറയുന്നുണ്ട്, മോനെ കൈ കഴുകിയിട്ട് ചോറ് കഴിച്ചു വന്നു. അപ്പോൾ ബഷീർ ഞെട്ടാണ്. ഞാൻ ഇന്ന് വരുന്നു, ഉമ്മാക്ക് എങ്ങനെ മനസ്സിലായിരുന്നു? നീ ഇന്ന് വരുന്നു മനസ്സിലായിട്ടില്ല, എല്ലാ ദിവസവും എൻ്റെ പണി ഇതാണ്. ഭക്ഷണവും വെക്കും, നിന്നെയും കാത്ത് പ്രഭാതം വരെ ഞാൻ പ്രതീക്ഷിക്കും. ഒരു ദിവസം നീ വരുമെന്ന് എനിക്കറിയാം. എല്ലാ ദിവസവും രാവിലെ ഞാനതെടുത്ത് കഴിക്കും. ഇതിനാണ് കാരുണ്യം എന്ന് പറയുന്നത്, ആർദ്രത എന്ന് പറയുന്നത്. ഈ കാരുണ്യം എന്നത്, ഈ സ്നേഹമെന്നത്, ഇതൊക്കെ ഈ വാല്യൂസ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാല്യൂസിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. പരീക്ഷ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. 2 പേർ മഴയത്ത് ഇല ചൂടി പോകുന്നു, അതിലാർക്കാണ് കൂടുതൽ സ്നേഹമെന്നെങ്ങനെ അറിയാം? വീരാൻകുട്ടി മാസ്റ്റർ കവിതയാണ്. അതിൽ കൂടുതൽ മഴ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. 2 പേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു, അതിൽ ആർക്കാണ് കൂടുതൽ പ്രണയമെന്നെങ്ങനെ അറിയാം? അപ്പത്തിൻ ചെറുപാതിയിലേക്ക് ആരുടെ വിരലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കിയാൽ മതി. 2 പേർ തർക്കിക്കുന്നു സ്നേഹത്തെ ചൊല്ലി, അതിലാർക്കാണ് കൂടുതൽ സ്നേഹമെന്നെങ്ങനെ അറിയാം? കാത്തിരിക്കുക, ആരാണ് ആദ്യം തർക്കം അവസാനിപ്പിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അവസാനമല്ല, ആദ്യം. ഹസ്ബൻഡിനോട് ഞാനില്ല നിങ്ങളോട് തർക്കിക്കാൻ എന്ന് പറയുമ്പോഴാണ് ഒരു ഭാര്യ
മഹത്വമുള്ള മഹതിയായിത്തീരുന്നത്. ഞാനില്ല നിന്നോട് തർക്കിക്കാൻ എന്നൊരു ഹസ്ബൻഡ് പറയുമ്പോഴാണ് അയാളുടെ മഹത്വം കൂടുന്നത്. ഇന്ന് സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കണതല്ല, ഒന്നാമതെത്തണം, മത്സരിക്കണം, ഉയരണം, യു ക്യാൻ, ഇങ്ങനെ ഈ അമിതമായ ഈ ഒരു ബൂസ്റ്റിംഗ്. മഹാത്മജി പറയുന്നുണ്ട്, ജനാധിപത്യത്തെ അദ്ദേഹം മനോഹരമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓട്ടമത്സരത്തിൽ ഓടി ഒന്നാമതെത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന്. എന്തിനാ? കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് ബോധ്യമാകാൻ. അവരുള്ളത് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. ഒറ്റക്കോടിയാൽ ഒന്നാമതെത്തില്ല. തോൽക്കാൻ ചിലരുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഒന്നാമതെത്തിയത്. ഇത് കുട്ടിക്ക് ബോധ്യപ്പെടണം. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്തും തുങ്കമാമാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. അതിലിങ്ങനെ പറയുന്നുണ്ട്, ആരെല്ലൻ ഗുരുനാഥർ, ആരെല്ലൻ ഗുരുനാഥർ, പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നും. ഇങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടും അവരുടെ കരുതലുമാണ് ഞാനെന്ന വ്യക്തി എന്ന് ഒരാൾ വളരുമ്പോൾ ബോധ്യമാകുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥത്തിൽ സ്കൂളുകളും അതുപോലെ തന്നെ വീടകങ്ങളും ഒക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദൗത്യം. ലെവിഗോസ്കിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണത്. ഒരു ഗാർഡൻ, ആ ഗാർഡനിൽ കുറേ ചെടികൾ വളരുന്നു. സ്വാഭാവികമായി വളർന്നാൽ അതൊരു കാടായിത്തീരും. അഭംഗിയുള്ള, ഭയപ്പെടുത്തുന്ന, വൃത്തികേട് നിറഞ്ഞ ഒരിടമായി ഗാർഡൻ തീരും. അതിനെ ഗാർഡൻ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല. മറിച്ച് ആ വളരുന്ന ചെടികളെ വെട്ടേണ്ടത് വെട്ടുകയും അതിലെ കളകൾ പറിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് മനോഹരമായൊരു ഗാർഡനായി തീരുന്നത്. ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും അരുതെന്ന് പറയേണ്ടിടത്ത് അരുതെന്ന് പറയുകയും ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടി ആ അർത്ഥത്തിൽ മോൾഡ് ചെയ്യപ്പെടുമ്പോഴാണ് നല്ല ഒരു വ്യക്തിത്വമായി, അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള നല്ലൊരു കുഞ്ഞായി തീരുക. അച്ചരേക്കറായിരുന്നു എൻ്റെ ഗുരു, പ്ലേയിങ് ഇറ്റ്സ് മൈ വേ, സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ്. എൻ്റെ ഗുരു ഒരിക്കലും എന്നോട് വെൽ ഡൺ, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കതിൽ വലിയ വിഷമമുണ്ടായിരുന്നു. ഞാൻ നന്നായി കളിക്കുമ്പോഴും ഒന്നും എൻ്റെ ഗുരു എന്നോട് വെൽ ഡൺ എന്ന് പറയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ ഗുരു എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. കാരണം എനിക്ക് ചെറിയ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ചെറിയ ഒരു വളർച്ച, ചെറിയ ഒരു റിസൾട്ട് വരുമ്പോഴേക്ക് എന്നെ അഭിനന്ദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അഹങ്കാരിയായി പോകുമായിരുന്നു. സച്ചിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സെഞ്ചുറിയിൽ സെഞ്ചുറി അടിച്ച മഹാൻ എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കുക. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. മറിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടാകുമ്പോഴേക്ക് ആകെ സെലിബ്രേഷനും ബഹളവും അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, വിദ്യാർത്ഥികൾ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയുമ്പോഴേക്ക് അച്ഛനും അമ്മയും വിഡ്ഢികളായി മനസ്സിലാക്കുന്നു. കോളേജ് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോഴേക്ക് അവർ പിന്തിരിപ്പന്മാരും യൂസ്ലെസ്സുമായി മനസ്സിലാക്കുന്നു. ഇതൊരു അപകടം പിടിച്ചൊരു കാലഘട്ടമാണ്. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. ഒരു പട്ടത്തിൻ്റെ കഥയുണ്ടല്ലോ, പട്ടം ഇങ്ങനെ ഉയരങ്ങനെ പോയി അവസാനം പട്ടത്തിൻ്റെ നൂലിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കണം കുട്ടി. അപ്പോൾ പട്ടത്തിന് തോന്നി ഇത് വലിയൊരു ശല്യമാണ്, എന്നെ കൺട്രോൾ ചെയ്യുന്നു. അരികിലൂടെ പറക്കുന്ന പരുന്തിനോട് റിക്വസ്റ്റ് ചെയ്തു തന്നു കട്ട് ചെയ്ത് തരാൻ. പരുന്ത് കട്ട് ചെയ്ത് കൊടുത്തു, മോന്തിയും കുത്തി താഴേക്ക് വീണു പൊട്ട്. ഇതുപോലെയാണ് മക്കൾ. ഒരു ചെറിയ കുട്ടിയെ ഡിഗ്രിക്കാരിയുടെ അടുത്ത് ഏൽപ്പിച്ചു അമ്മ. 1 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടിയെ. ആ കുട്ടിയെ എന്തിനെങ്കിലും അനുവദിക്കുമോ ഈ ഡിഗ്രിക്കാർ? ഒരിക്കലുമില്ല. കുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടിയെ പിടിച്ചു വലിച്ച് വാതിലടക്കും. ആ കുട്ടി പറയാണ്, എനിക്ക് ഫ്രീഡം ഇല്ല, ഇവിടെ ഇക്വാലിറ്റി ഇല്ല. ഇത് പറയുന്നത് പോലെയാണ് നമ്മുടെ പുതിയ തലമുറ പറഞ്ഞുകൊണ്ട് ഫ്രീഡം 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 എന്ന് പറഞ്ഞാൽ ഏത് വൃത്തികേടിനും മാൻ ഈസ് എ റേഷണൽ ബീയിങ് എന്നാണ്. അവന് മൃഗം എന്നത് കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. തൻ്റെ മുന്നിൽ അമ്മയാണോ സഹോദരിയാണോ എല്ലാവരുടെയും ഭാര്യയാണോ എന്ന് അതിനറിയില്ല, അതിനറിയേണ്ട കാര്യമല്ല. കാരണം അത് മുമ്പിൽ കാണുന്നത് ഒരു ജന്തു, ഒരു ഫീമെയിൽ, അങ്ങനെയാണ് കാണുക. മനുഷ്യനങ്ങനെ വിഷൻ എടുത്ത് എൻ്റെ അമ്മയാണ്. ഈ ബോധമാണ്
പുതിയ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് അടിച്ച ഒരു പയ്യൻ പേരൻസ് കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ എന്നെ ഉപദേശിക്കണം, സാറേ ഈ കഞ്ചാവ് എന്ന് പറയുന്നത് നാച്ചുറൽ സാധനമാണ്, അതൊരു ചെടിയാണ്, പേരൻസിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് വിവേകം, പുതിയ യുക്തിചിന്ത, ഫ്രീ തിങ്കേഴ്സ്. എന്താ അതിന് പ്രശ്നം? അത് കഴിച്ചാൽ എന്താ പ്രശ്നം? ഇവിടെ എല്ലാം ശുദ്ധമായതാണ് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക, പരീക്ഷയെ, സിസ്റ്റത്തെ മരണമാസെന്നാണ് പറയുക, അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ ഒരു അപകടം പിടിച്ച ഒരു എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, ധർമ്മബോധമില്ലാത്ത, മാക്സിമം എൻജോയ് ചെയ്യുക എന്ന ഒരു മാനസികാവസ്ഥയിൽ അപകടകരമായി വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ തകർക്കുന്ന, എല്ലാം നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. കല്യാണം കഴിക്കേണ്ട കാര്യമില്ല, കല്യാണം കഴിക്കുമ്പോൾ ആരെ കഴിക്കണമെന്നതൊരു പ്രശ്നമല്ല, അതിന് ഏജ് പ്രശ്നമല്ല, പേരൻസ് പ്രശ്നമല്ല, ആരെയും പരിഗണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. 2 കുട്ടികളുമായി ഒരു പേരൻ്റ് വന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. 2 കുട്ടികൾ, ആ 2 കുട്ടികളുടെ ഉമ്മയും ഭർത്താവും വന്നിട്ടുള്ള എന്തിനാണെന്നറിയോ? ഈ കുട്ടികളുടെ മാതാവിനൊന്ന് തിരിച്ചു പിടിക്കണം. എന്താ കാരണം? മാതാവ് ഇപ്പോഴാണ് ഒരു സ്വപ്നം, എനിക്ക് ഈ ഫാമിലിയൊന്നും ശരിയല്ല, ഈ ഹസ്ബൻഡിൻ്റെ അടിമയായി മക്കളെ പോറ്റി വളർത്തി അങ്ങനെ ഒരു കുടുംബിനിയായി, അങ്ങനൊരു ജസ്റ്റ് ഹൗസ് വൈഫ് എന്നാണ് പറയുക. ഇതൊരു വലിയ ഒരു പണിയാണ് എന്നല്ല, ജസ്റ്റ് ഹൗസ് വൈഫ്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ജോലിയാണ് മക്കളെ വളർത്തുക എന്ന് പറയുന്നത്. രാമനെയും കൃഷ്ണനെയും ബുദ്ധനെയും ജൈനനെയും മുഹമ്മദ് നബിയെയും മഹാത്മജിയെയും ഒക്കെ വളർത്തുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. ആ കുടുംബം, മക്കളെ വളർത്തുക എന്നത് വളരെ പുണ്യകരമായൊരു കർമ്മമാണ്. ഈ പെൺകുട്ടിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറയാണ്, സാർ എനിക്കിനി അതിനൊന്നും പറ്റില്ല, ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടേക്കുള്ള അച്ചീവ്മെൻറ്റിനുള്ള ഓട്ടത്തിലാണ്, അതിനിടയ്ക്ക് ഭാര്യ മക്കൾ ഇങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ് അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല എന്ന ലിബറലിസം, ഈ അർത്ഥത്തിലുള്ള ഒരു ഫ്രീഡത്തിന് വേണ്ടിയുള്ള, ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു തരം ഭ്രാന്തമായ ഓട്ടത്തിനിടയിലാണ് കുടുംബം എന്ന മനോഹരമായ സ്ഥാപനം. കൽപ്പറ്റ നാരായണൻ്റെ വരികളുണ്ട്, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്കെത്തിയേടത്തുറങ്ങാം, ഇനി തല മുഴുവൻ വെള്ളം പോയില്ലെങ്കിലും തോർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി എനിക്ക് കിണറിൻ്റെ വക്കത്ത് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, അലറി വിളിക്കുന്ന ആ ശബ്ദം, മോനെ എന്ന് വിളിക്കുന്ന ശബ്ദം, ആ ശല്യം ഇനിയില്ല, ഞാനെത്തിയാൽ മാത്രമണയുന്ന വിളക്ക് എന്നേക്കുമായി കെട്ടു, ഞാനെത്തിയാൽ മാത്രമണയുന്ന വിളക്ക് എന്നേക്കുമായി കെട്ടു, അതുകൊണ്ട് ഇനി എനിക്കെത്തിയേടത്തുറങ്ങാം. ഇതിൻ്റെ പേരാണ് കാരുണ്യം. ഓട്ടിസം ബാധിച്ചൊരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് സങ്കല്പിക്കുക, അതിനെ കൊന്നുകളഞ്ഞേക്കൂ എന്നതാണ് പുതിയ തലമുറ പറയുന്നത്. മാനസിക രോഗികൾ, പ്രായമുള്ള മാതാപിതാക്കൾ കൊന്നുകളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ അപകടകരമായ വിധത്തിൽ ഭൗതികത ഉള്ളിലേക്ക് പ്രസരിച്ച് ഒരു പുതിയ പ്രയോഗം, ബ്രെയിൻ റോട്ട് പോലെ ഒരു പുതിയ പ്രയോഗം എന്താണെന്നറിയോ? ഗ്രേ ഡിവോഴ്സ് എന്നാണ്. ഗ്രേ ഡിവോഴ്സ് ഇപ്പം വ്യാപകമായിക്കോളും. ബിൽ ഗേറ്റ്സ് അതിൽപ്പെട്ട ആളാണ്, ധനുഷ് അതിൽ ആ പട്ടികയിൽപ്പെട്ട ഒരാളാണ്, കമല ഹാസൻ, ഏറ്റവും അവസാനം AR റഹ്മാൻ, അഥവാ സിൽവർ സ്പ്ലിറ്റേഴ്സ്, 50 കഴിഞ്ഞിട്ട് ഡിവോഴ്സ്. ഇതൊരു തരം രോഗമാണെന്നാണ്, ഒരു തരം പലവിധ മാനസിക രോഗങ്ങൾ. ഇസ്രയേൽ സൈനികർക്ക് PTSD എന്ന് പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖം, PTSD. ഇത് ഒരു തരം എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു സിൽവർ സ്പ്ലിറ്റേഴ്സിനുള്ളത്. ഇങ്ങനെ ഒന്നിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കുടുംബം ശിഥിലമായി കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ ഈ തണൽ ഇത്തിരി കാലമെങ്കിലും മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ലെങ്കിൽ
ഈ മനോഹരമായ സ്ഥാപനം, കാരുണ്യത്തിൻ്റെ സ്ഥാപനം, എന്തൊക്കെ സർവീസാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തൊക്കെ സർവീസാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായ ഒരു കേന്ദ്രമാണ് വീട്. ഈ വീട് തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടിയോട് ഏറ്റവും അവസാനമായി ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഒരു കുട്ടിയോട് ടീച്ചർ, ക്ലാസ്സിലെ കുട്ടികളോട് ടീച്ചർ പറഞ്ഞു, മക്കളെ നിങ്ങൾ വീടിനെക്കുറിച്ച് ഒരു കവിത എഴുതണം എന്ന്. അപ്പോൾ കുട്ടികളൊക്കെ ആലോചിച്ചു. ഒരു കുട്ടി ആലോചിച്ചു, ഞാനിത് എഴുതാം. ടൈറ്റിൽ കൊടുത്തു, മിണ്ടണില്ല ടൈറ്റിൽ. എന്നിട്ട് കുട്ടി എഴുതി, അച്ഛനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, അമ്മയുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, ചേച്ചിയുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, ചേട്ടനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും, ഞാനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും. ഒരു കുട്ടി ആ കുട്ടിയുടെ അനുഭവമാണ് പങ്കുവച്ചത്. ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്നൊരു പ്രയോഗം, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രയോഗം. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പാർലമെൻറ്റ് നിയമം പാസാക്കി. യൂറോപ്പ്, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അതിൻ്റെ പിറകെയുണ്ട്. എന്താ കാരണം എന്നറിയും? നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടകങ്ങളിൽ നല്ല മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ തണൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ടീച്ചേഴ്സ്, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതീവ ഗൗരവത്തിൽ പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. എന്നെ ശ്രവിച്ച, എന്നെ ക്ഷണിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.